ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ ഇന്ന് ഹോം മെയ്ഡ് ഓർഗാനിക് അലോവേര ജെൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പോകണം. ഓൾറെഡി തമ്മിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും that I'm a dentist, but more than a dentist, I'm a സ്കിൻ കെയർ ഫോർമുലേറ്റർ. പ്രൊഫഷണൽ ആയിട്ട് ഞാൻ സ്കിൻ കെയർ ഫോർമുലേഷൻസ് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരാളാണ്. സോ എൻ്റെ ഈ ചാനലിൽ ഈ കൈൻഡ് ഓഫ് സ്കിൻ കെയർ ഫോർമുലേഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക. ഈ ഒരു അലോവേര ജെൽ ഒരു പ്രോപ്പർ പ്രൊഫഷണൽ വേയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സാധാരണ ലാബിൽ അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുന്ന ഒരു ബ്രാൻഡഡ് അലോവേര ജെൽ എങ്ങനെയാണോ ഉണ്ടാക്കുന്ന ലാബിൽ അതേപോലെ തന്നെയാണ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നത് വിത്ത് പ്രിസർവേറ്റീവ് ആൻഡ് ഓൾ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ല ഫ്രഷ് അലോവേര ലീവ്സ് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിൽ ഈ കാണുന്ന ഒരു യെല്ലോ സാപ്പ് ഉണ്ട്. അപ്പോൾ അത് മാത്രം ഒന്ന് നന്നായിട്ട് വൈപ്പ് ചെയ്ത് കളഞ്ഞാൽ മാത്രം പോരാ. വെള്ളത്തിൽ ഒരു 4 to 5 hours ആ ഭാഗം നന്നായിട്ട് ഡിപ്പ് ചെയ്ത് വെക്കുക. എന്നാലേ യെല്ലോ കളർ ഫുള്ളായിട്ട് പോകത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഫേസിൽ അല്ലെങ്കിൽ ബോഡിയിൽ ഇടുന്ന സമയത്ത് ചെറിയ രീതിയിൽ അലർജി ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. എന്നിട്ട് നമ്മൾ രണ്ട് സൈഡും അതിൻ്റെ തോൺസ് ഉണ്ടായിരിക്കും, അത് ഫസ്റ്റ് കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം ഉള്ളത്തെ പൾപ്പ് എടുക്കുക. ഇനി പൾപ്പ് എടുക്കുന്ന സമയത്ത് ഒരുപാട് പേര് ആ ലീഫിന്റെ പോർഷനിൽ ഒരുപാട് സ്ക്രബ് ചെയ്തെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ലീഫിലിട്ട് ഒരുപാട് സ്ക്രബ് ചെയ്ത പൾപ്പ് എടുക്കുന്ന സമയത്ത് അതൊന്നൊരു യെല്ലോ അല്ലെങ്കിൽ ഗ്രീൻ കളർ ഇങ്ങനെ ഇറങ്ങി വരും. അപ്പൊ ആ ഒരു സംഭവം ഇച്ചിങ് ഉണ്ടാക്കും. അതുകൊണ്ട് ആ തിക്കായിട്ടുള്ള നല്ലൊരു ഫ്ലഷി പോർഷൻ മാത്രം എടുത്താൽ മതി. കുറച്ച് ബാക്കി വേസ്റ്റേജ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. കാരണം നമുക്ക് നാച്ചുറലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നാച്ചുറൽ സാധനങ്ങളിൽ നിന്ന് ഒരുപാട് അലർജി വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമുക്ക് എത്രത്തോളം സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റും ആ രീതിയിൽ ചെയ്യാം. അപ്പം അതുകൊണ്ട് ഞാൻ ഈ രീതിയിൽ ഈ ഒരു പ്യുവർ വെള്ളം കിട്ടുന്ന ഭാഗം ഫ്ലഷ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ ബാക്കിയുള്ള ഇലയുടെ താഴത്തുനിന്ന് ലീഫിൽ നിന്ന് ഞാനിങ്ങനെ സ്ക്രേപ്പ് ചെയ്തൊന്നും എടുത്തിട്ടില്ല. അപ്പം അത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ച സാപ്പിൻ്റെ പോർഷൻ ഒന്നും കൂടി കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഈ അലോവേരയുടെ ഫ്ലഷ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ 2 ലീഫാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 150 grams ഓഫ് അലോവേര ജെൽ ഉണ്ടാക്കാൻ പറ്റും. അലോവേര ജെൽ പ്രൊഫഷണലി നമുക്ക് 2-3 ടൈപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. ഒന്ന് അലോവേര കോൺസെൻട്രേറ്റ് എന്ന് പറഞ്ഞൊരു പൊടി കിട്ടും, അത് വെച്ചിട്ട് ഉണ്ടാക്കാം. അല്ലെങ്കിൽ അലോവേര ഹൈഡ്രോസോൾ, അലോവേരയുടെ ഒരു സ്റ്റീം ഡിസ്റ്റിലേഷൻ കിട്ടുന്ന വെള്ളമുണ്ട്, അത് വെച്ചിട്ടുണ്ടാക്കാം. മൂന്നാമത്തെ വേ ആണ് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള അലോവേര പൾപ്പ് ഉണ്ടാക്കുന്നത്. അപ്പൊ ആ പൾപ്പ് ഉണ്ടാക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പ്രോപ്പർ മെത്തേഡിൽ ഇത് ചെയ്തില്ലെങ്കിൽ അലർജി ചാൻസസ് ഈ ഒരു മെത്തേഡിലായിരിക്കും കൂടുതൽ. അപ്പൊ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അലോവേര പൾപ്പൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബ്ലെൻഡർ ജാറിൽ ഇട്ടിട്ട് ഈക്വൽ പോർഷനോ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. വെള്ളം ചേർക്കുന്ന സമയത്ത് തിളപ്പിച്ച് ആറിയ നല്ല വെള്ളം വേണം ചേർക്കാൻ, ടാപ്പ് വാട്ടർ അല്ല, കുടിക്കുന്ന വെള്ളം വേണം ചേർക്കാൻ. സാധാരണ ലാബിൽ നമ്മൾ ഡീമിനറലൈസ്ഡ് വാട്ടർ ആണ് ഉപയോഗിക്കുന്നത്. അത് കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത്. ഇനി ഈ ഒരു മിക്സ് നമുക്ക് ചെറുതായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഒരുപാട് ബോയിൽ ചെയ്ത് തിളപ്പിക്കൊന്നും വേണ്ട, ജസ്റ്റ് ആ തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഈ ഒരു മിക്സ് കൂൾ ഡൗൺ ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു മിക്സ് ഉണ്ടാക്കി എടുക്കണം. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് സാന്തം ഗം ക്ലിയർ എന്ന് പറഞ്ഞൊരു ഇൻഗ്രീഡിയന്റ് ആണ് വേണ്ടത്. ഇതാണ് ഇതിലെ തിക്കനിങ് ഏജന്റ്, അല്ലെങ്കിൽ ആ ജെൽ ലൈക്ക് ഫോം തരുന്ന ഒരു സംഭവമാണ് ഇത്. ഇതിന്റെ മെഷർമെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴത്ത് കമന്റ് ചെയ്ത് ചോദിക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ വെജിറ്റബിൾ ഗ്ലിസറിൻ ആണ് ആഡ് ചെയ്യുന്നത്. വെജിറ്റബിൾ ഗ്ലിസറിൻ എനിക്കൊന്ന് സാധാരണ എല്ലാ കടയിലും കിട്ടും. ഇനി പ്രോപ്പർ കോസ്മെറ്റിക് ഗ്രേഡ് വേണമെങ്കിൽ ഞാൻ അവസാനം ഒരു വെബ്സൈറ്റ് പറഞ്ഞുതരാം. അതിനകത്ത് നിങ്ങൾക്ക് ഈ കാണുന്ന എല്ലാ പ്രൊഡക്ട്സും പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഗ്ലിസറിൻ നമ്മൾ ഈ ഒരു സാന്തം ഗമ്മിലോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം മാത്രം നമ്മൾ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യുക. പ്രിസർവേറ്റീവ് ആഡ് ചെയ്തിരിക്കുന്നത് ഇസ്കാഗാർഡ് ആണ്. അപ്പോൾ ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് സൈഡിൽ മാറ്റി വെക്കാം. ഇനി നമുക്ക് ചെറിയ രീതിയിൽ ആറിയ അലോവേരന്റെ വെള്ളം നന്നായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഇനി ഈ ഒരു വെള്ളം നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ച മിക്സിലോട്ട് ജെന്റ്ലി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുന്ന സമയത്ത് ഇനീഷ്യലി കുറച്ച് ക്ലംസ് ഒക്കെ ഫോം ആവും, അത് കുഴപ്പമൊന്നുമില്ല. അത് സ്ലോലി ഒരു 1 or 2 hours പ്രോപ്പറായിട്ട് ഹൈഡ്രേറ്റ് ചെയ്തിട്ട് നല്ലൊരു ജെൽ ലൈക്ക് കൺസിസ്റ്റൻസിലോട്ട് ഇത് വരും. അപ്പോൾ ഇതൊന്ന് തൽക്കാലത്തേക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 2 hours 3 hours റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ഫോമിലോട്ട് വന്നത്. നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. കാരണം എന്തെങ്കിലും സാന്തം ഗമ്മിന്റെ പാർട്ടിക്കിൾസ് മിക്സ് ചെയ്യാതുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ബീറ്റ് ചെയ്യുന്നതുകൊണ്ട് അതെല്ലാം മിക്സ് ആയി കിട്ടും. ഇത് ഉണ്ടാക്കിയതിന് ശേഷം ഓവർനൈറ്റ് വിട്ടാലേ ഇതിൻ്റെ ഒരു പ്രോപ്പർ ഫോം അല്ലെങ്കിൽ ഒരു ടെക്സ്ചറിലോട്ട് ഇത് വരത്തുള്ളൂ. അപ്പോഴാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഹൈഡ്രേറ്റ് ആവത്തുള്ളൂ. അത് കഴിഞ്ഞാൽ യു ഗുഡ് ടു ഗോ, നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ തുടങ്ങാം. നമുക്ക് കടയിലൊക്കെ വാങ്ങുന്നത് ഒരുപാട് എക്സ്പെൻസീവ് ആണ്. 100 grams 200-300 rupees ആണ്. ഞാൻ ഈ 3 മെറ്റീരിയലിനും കൂടി സ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഓൾമോസ്റ്റ് 550 rupees ആണ്. ദാറ്റ്സ് ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ചാർജ്. അപ്പോൾ ഞാൻ ഈ വാങ്ങിച്ച 3 റോ മെറ്റീരിയൽസ് കൊണ്ട് എനിക്കൊരു 20-25 ടൈംസ് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ജെൽസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പം നിങ്ങളിങ്ങനെ അലോവേര ജെൽ ഡേ ടു ഡേ ബേസിസിൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനെ ചെയ്യുന്നതാണ് ലാഭം. അപ്പൊ ഇനി ഞാൻ റോ മെറ്റീരിയൽസിന്റെ കാര്യത്തിലോട്ട് വരാം. വിജയ് ഇംപാക്സ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിൽ നിന്നാണ് ഞാൻ ഒരു 3-4 വർഷമായിട്ട് റോ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിക്കുന്നത്. അവർക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ് ഉണ്ട്. എന്ത് നിങ്ങൾ പറഞ്ഞാലും അവരുടെ ആ റോ മെറ്റീരിയൽസ് അവൈലബിൾ ആയിരിക്കും. സോ അവരുടെ വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്തോളൂ. അവരുടെ പാക്കേജിങ്ങും അടിപൊളിയാണ്. എനിക്ക് ഇതുവരെ അങ്ങനെ ലീക്കേജ് ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ അത്ര തന്നെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതുപോലത്തുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴത്ത് കമന്റ് ചെയ്യുക. അപ്പൊ ഐ വിൽ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ, ബൈ.